2014 മുതൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്കാരമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. പല സംസ്ഥാനങ്ങളിലും അതൊരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അത് ഓപ്പറേഷൻ ലോട്ടസിലൂടെയും കേന്ദ്ര ഏജൻസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല സ്റ്റേറ്റുകളിലും അവർ അധികാരം അട്ടിമറിക്കുകയും ചെയ്തു. 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് അവരുടെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ, വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തു എന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അധികാരത്തിൽ തുടരാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തുന്നത്? അപ്പോൾ ഒരു മുഴുവൻ മുന്നേറിയുന്നത് പ്രതിപക്ഷമാണോ നിങ്ങളാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തിൽ വിശ്വാസ്യതയില്ല. അനുദിനം നരേന്ദ്രമോദിയുടെയും നിങ്ങൾ നോക്കൂ ഗവൺമെന്റിന്റെയും ജനസ്വീകാര്യത കുറഞ്ഞു വരുന്നു. അതിൽ കർഷക സമരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ, രാജ്യത്ത് നടക്കുന്ന തൊഴിലാളി പണിമുടക്കങ്ങളിൽ, ഈ സാമ്പത്തിക നയത്തിനെതിരെ ജീവിത ചെലവ് അനുദിനം ഉയർന്നു വരികയാണ്. വർഗീയ കലാപങ്ങൾ, രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ഒട്ടേറെ ഘടകങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ മുഴുവൻ മീഡിയയെ മുഴുവൻ നിങ്ങൾ കൂടെ അണിനിരത്തുന്നു. സോക്കോൾഡ് നാഷണൽ മീഡിയകളെയെല്ലാം നിങ്ങൾ ചിലത് സ്വന്തമാക്കുന്നു നിങ്ങളുടെ അടുപ്പക്കാരെ കൊണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് അങ്ങനെ പ്രൊപ്പഗാൻഡ മിഷണറി കൂടുതലും നിങ്ങളുടെ കയ്യിലിരുന്നിട്ടും 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളിൽ വിശ്വാസ്യതയില്ല. എങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തുക. ഒരു ആത്മവിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. SIR പോലൊരു വലിയ ഡ്രൈവ് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. SIR പോലെ സുപ്രീം കോടതി പോലും വിമർശിച്ചു. ഞാൻ ഷാബുവിനോട് ഒരു കാര്യം മാത്രം പറയുന്നു. ഈ കേസ് കൊടുക്കണം പിള്ളേച്ച കോടതി വേണമെങ്കിൽ പൊയ്ക്കോ എന്നെല്ലാം വെല്ലുവിളിക്കുന്നവരോട് ചോദിക്കുന്നത്, SIR വിഷയത്തിൽ സുപ്രീം കോടതി മനോഹരമായി ഇടപെട്ടല്ലോ. അതിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട കുറെ മനുഷ്യ വോട്ടവകാശം തിരിച്ചു കിട്ടിയത്. ഞാൻ പറഞ്ഞത്, ആ സുപ്രീം കോടതി പോലും നിശിതമായ വിമർശനത്തിനും തിരുത്തലുകൾക്കും വിധേയമാക്കേണ്ടി വന്ന ഈ നീക്കങ്ങൾ, ഈ മാൽപ്രാക്ടീസ് എന്തിനു ചെയ്യുന്നു? പഠിക്കാത്ത കുട്ടിയാണല്ലോ ക്ലാസ് റൂമിൽ തുണ്ടുമായി പോകുന്നത്. അല്ലാതെ പഠിച്ച് പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ കോപ്പി അടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പോടെ പോവില്ലല്ലോ. അപ്പോൾ ഫ്ലോർ ടെസ്റ്റിൽ പരാജയപ്പെടും, ജനങ്ങളുടെ സഭയിൽ ഞങ്ങൾ പരാജയപ്പെടും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളിൽ വിശ്വാസ്യതയില്ല, ജനങ്ങൾ തങ്ങളെ വിജയിപ്പിക്കുമെന്ന് വിശ്വാസത്തില്ല. അതുകൊണ്ട് മാൽപ്രാക്ടീസിന് ഒരു മുന്നേറിയുന്നത് നിങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ അജിംസ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഏതെങ്കിലും ഒരു സിംഗിൾ വിൻഡോയിലൂടെ ഇല്ലെങ്കിൽ ഒരൊറ്റ മൂലിയിലൂടെ ഇതൊന്നും പരിഹരിക്കാനാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിശക്തമായ ജനകീയ ക്യാമ്പയിനുകളിലൂടെ, ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതിന് ജനങ്ങളെയാകെ അണിനിരത്തണം. അതിന് ജനാധിപത്യ ശക്തികളാകെ വരണം. എല്ലാ ഫ്ലോറുകളും ഉപയോഗിക്കണം. ഈ ഫ്ലോറിൽ ഞാൻ ശ്രമിക്കുന്നതിനാണ്, പാർലമെന്റിനുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്നതിനാണ്, പാർലമെന്റ് പുറത്ത് തെരുവിൽ ഞങ്ങൾ ECIയിലേക്ക് മാർച്ച് നടത്തി ഞങ്ങൾ ശ്രമിച്ചത് അതാണ്. രാജ്യത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ബീഹാറിൽ ശ്രമിക്കുന്നതിനാണ്. ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ചോദ്യമാണ്, ഇന്ത്യ മുഴുവൻ ഈ ഒരു വോട്ട് ചോരി ക്യാമ്പയിൻ തുടരേണ്ടി വരുമോ? അങ്ങനെ തുടർന്നാൽ അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്നുള്ളതാണ്.